മനുഷ്യനും ഉറച്ചു നിന്ന ഒരു ശ്വാസം. അതുകൊണ്ട് എത്ര നാൾ ഭൂമിയിൽ ഉണ്ടെന്ന് നമുക്കൊന്നും നിശ്ചയില്ല. അതുകൊണ്ട് ജീവിതകാലം അവസാനിക്കുന്നതിന് മുൻപ് നമ്മൾ പരമാവധി സ്നേഹിക്കാൻ, പരമാവധി കരുതാൻ, ക്ഷമിക്കാൻ, സഹിക്കാൻ, അഡ്ജസ്റ്റ് ചെയ്യാൻ, നിത്യതയോട് അടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതയാത്രയിൽ അത് റിമാർക്കൊന്നും ഉണ്ടാകാതെ സൂക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണം. അത് നമ്മൾ ചെയ്യേണ്ടത് വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുക, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുക, ആത്മാവിൽ നിറഞ്ഞൊരു ജീവിതം ചെയ്യുക, ആത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുക. ആത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുമ്പോൾ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് പേര് വായിച്ചു കളയപ്പെടാതെ അവിടെ എന്നേക്കുമായ പേര് നിലനിൽക്കത്തക്കവണ്ണം ആ പേരിനെ എന്റെ കർത്താവ് അവിടെ എഴുതി വയ്ക്കും. ക്രൈസ്തവ അതുകൊണ്ട് ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച്, അത് പുറപ്പെടുവിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അത് പുറപ്പെടുവിക്കണമെങ്കിൽ അല്പം വേദനയും അല്പം സഹനവും അല്പം ക്ഷമയൊക്കെ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഈ പേര് ജീവന്റെ പുസ്തകത്തിൽ നിലനിൽക്കപ്പെടത്തുള്ളൂ, എഴുതപ്പെടത്തുള്ളൂ. എങ്കിലും അവൻ എന്നോട് അങ്ങനെ ചെയ്തില്ലേ, എങ്കിലും അവൾ എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ, എനിക്ക് അത് ഞാൻ ക്ഷമിക്കാം, പക്ഷെ മറക്കുകയില്ല. അവൻ ചെയ്ത തെറ്റ് എനിക്ക് ക്ഷമിക്കാം, മറക്കാൻ പറ്റില്ല. പക്ഷേ ഒന്നോർത്തോണം, ജീവന്റെ പുസ്തകത്തിൽ ഒരു റിമാർക്ക് ഉണ്ടാകും. അവൻ ക്ഷമിച്ചു, മറന്നില്ല. അതുകൊണ്ട് പേരെഴുതണോ വേണ്ടായോ എന്ന് കർത്താവ് അവിടെ റിമാർക്ക് ചെയ്യും. അതുകൊണ്ട് ക്ഷമിക്കുന്ന കൂട്ടത്തിൽ മറക്കാനും കൂടെ കർത്താവെ എനിക്ക് കൃപ തരണേ എന്നൊന്ന് പ്രാർത്ഥിക്കണം. കർത്താവെ ആർക്കെങ്കിലും എന്നോട് വിരോധമുണ്ടെങ്കിൽ, ആരെങ്കിലും എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ് അവർക്കൊരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ കർത്താവെ ഞാൻ അവരോട് ക്ഷമിക്കുന്നു, അവരെന്നോട് ക്ഷമിക്കുമാറാകണം. അത് മാത്രമല്ല, ജീവന്റെ പുസ്തകത്തിൽ ആ പേര്, എന്റെ പേര്, എന്റെ സഹോദരന്റെ പേര് എഴുതുവാൻ അങ്ങ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കണം. അവനുള്ള സ്വർഗത്തിൽ ഞാൻ പോവുകയില്ല, അവളുള്ള സ്വർഗത്തിൽ ഞാൻ പോവുകയെന്ന് പറഞ്ഞാൽ പിന്നെ നാം എങ്ങോട്ട് പോയിരിക്കുന്ന നിത്യതയിൽ പോകാൻ, സ്വർഗരാജ്യത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവപൈതൽ നമുക്കെല്ലാം ഒത്തുചേർന്ന് നിത്യതയിൽ കർത്താവുമായി സന്തോഷിക്കാൻ ഒരു മുഖാന്തരം ഉണ്ടാകാൻ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് പോഷത്വമൊക്കെ കളഞ്ഞ് നല്ല മക്കളായി കർത്തൃസന്നിധിയിൽ വിളങ്ങാൻ നമുക്ക് ഇടയായി തീരണം. നിത്യതയാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടെ നേടുന്നതും, ഇവിടെ അധ്വാനിക്കുന്നതും, ഇവിടെ ഓടുന്നതും, ഇവിടെ സമ്പാദിക്കുന്നതെല്ലാം ഇവിടെ കളഞ്ഞിട്ടു. നമുക്ക് കൊണ്ടുപോകാനുള്ളത് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ആത്മാവിനെ മാത്രമാണ്. നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ആത്മാവുമായിട്ടാണ് നമ്മൾ കടന്നു പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ